ഇടയ്ക്കൊക്കെ സ്കൂട്ടർ വരുമായിരുന്നു. അപ്പോൾ സ്കൂട്ടർ വരുമ്പോഴും ഹെൽമെറ്റ് അവരുടെ കയ്യിലായിരുന്നു. അന്ന് പോകുമ്പം ഈ 3 എണ്ണവും നമ്മുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇത് ഉടൻ തന്നെ നമ്മൾ പോലീസ് ഹാൻഡ് ഓവർ ചെയ്തു, നമ്മൾ ഫുൾ ഡോക്യുമെൻറ്റ്സും ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഞങ്ങൾ ATM വഴി ഈ ഫോട്ടോ കാണിച്ചതാണ്. ആ ന്യൂസ് വഴി നമുക്ക് ഫോട്ടോ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് എളുപ്പം ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സുകൾ എളുപ്പം ഹാൻഡ് ഓവർ ചെയ്യാൻ സാധിച്ചത്. ഈ ഹെൽമെറ്റ് കൊണ്ടുവന്നപ്പോൾ അസ്വാഭാവികത തോന്നിയില്ല? ഇല്ല, അവർ ഹെൽമെറ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിലും പിറ്റേന്ന് അവർ സ്കൂട്ടറിലാണ് വന്നത്. അപ്പോൾ പിന്നീടാണ് ഇപ്പം നമുക്ക് മനസ്സിലായി അത് മറ്റേ ഹയർ ചെയ്തിരുന്നു സ്കൂട്ടറെല്ലാം കോവളത്തുനിന്ന്. അപ്പോൾ വന്നത് കോവളത്തുനിന്നാണ് ഷിഫ്റ്റ് ചെയ്ത് വന്നത്. ആദ്യം വന്നത് ഒരാൾ വന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പം ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തത്, ഉടൻ തന്നെ ഹാൻഡ് ഓവർ ചെയ്തത്. പിന്നീട് അവർ ആദ്യമേ ഡബിൾ ഓക്കുപ്പൻസി എന്ന് പറഞ്ഞ് 2 പേർക്കെന്നാണ് പറഞ്ഞ് റൂം എടുത്തത്. അപ്പോൾ റൂം എടുത്തതിന് ശേഷം പിന്നീട് അവർ അറിയിക്കേണ്ടത് ഒരാളും കൂടെ കാണും എന്നുള്ളത്. 3 പേരായിരിക്കും ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ 3 പേര് 3 ദിവസം താമസിച്ചു. ഒരാൾ വന്നത് ലേറ്റായിട്ട് വന്ന ആൾ തന്നെ നേരത്തെ പോവുകയും ചെയ്തു. അയാൾ 12th നൈറ്റ് പോയി, മറ്റുള്ളവർ 11th നൈറ്റ് പോയി. 12th മോർണിംഗ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് മറ്റുള്ളവർ പോയത്, മറ്റേ 2 പേര് പോയത്. എന്തിനു വന്നിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അല്ല, നമ്മൾ സാധാരണമാണല്ലോ. അപ്പോൾ അവർ തന്നെ ഒരു നമ്മുടെ വിദേശ സഞ്ചാരികൾ വരുന്ന മാതിരി വന്നതും പിന്നെ അതുപോലെ തന്നെ രാവിലെ പോകുന്നതും ആ ഒരു രീതിയാണ്. അല്ലാതെ നമുക്ക് ഒരു അൺയൂഷ്വലായിട്ടൊന്നും നമുക്ക് നോട്ടീസ് ചെയ്യാൻ സാധിച്ചില്ല. പണമിടപാട് ഏത് രൂപത്തിലായിരുന്നു? ക്യാഷ് ആയിരുന്നു തന്നത്. അതും എനിക്ക് ഓർമ്മയുണ്ട്. 500 നോട്ട്സാണ് തന്നിട്ടുള്ളതെല്ലാം. ഒരു കാർഡ് മാതിരിയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചൊരു ഫോണിനെ വിളിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഒരു ATM അവരെത്തിയ സമയമായി പറയുന്നത് രാവിലെ 6 മണിയാണ്. അങ്ങനെ സംശയത്തിനിട വരുന്ന രൂപത്തിൽ വരികയും പോവുകയും അങ്ങനെയൊന്നും ആ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല? ആക്ച്വലി എൻ്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന്, പിന്നെ ട്രെയിൻ പാസഞ്ചേഴ്സൊക്കെ ഒരുപാട് താമസിക്കും. പിന്നെ എയർപോർട്ടിൽ തന്നെ രാവിലെയുള്ള ഫ്ലൈറ്റിനൊക്കെ രാവിലെ ഓരോരുത്തർ പോകും. അപ്പം നമ്മൾ അങ്ങനെ ഒരാളെ പർട്ടിക്കുലറായിട്ട് നോക്കേണ്ടത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതങ്ങനൊന്നും നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ഇവർ രാവിലെ പോയിട്ടുണ്ടാവാം, രാവിലെ 6 മണിക്കൊക്കെ. അപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്രീ ആയ ടൈമാണ്. വലിയതായിട്ട് ആൾക്കാരുടെ ഒരു സമയം എടുക്കുമ്പോഴൊന്നും നോക്കുന്നില്ല. പക്ഷേ അതൊക്കെ സെക്യൂരിറ്റി നോക്കേണ്ട എന്തിൽ തന്നെ അങ്ങനെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല. എങ്കിലും അവർ ഒരു രാത്രി ലേറ്റ് അവേഴ്സ് വരിക അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു സംശയം തോന്നാം. ഇതങ്ങനെയല്ല, കറക്റ്റ് അവർ ഡിന്നർ സമയത്തുണ്ടായിരുന്നു. രാവിലെ പോയിരിക്കാം, അത് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല. അല്ലാതെ വന്ന് കയറുന്ന സമയത്തുള്ള CCTV ദൃശ്യങ്ങളാണോ? അതെ, അതാണ് നമ്മളിപ്പം മീഡിയയ്ക്കും അതുപോലെ തന്നെ ആദ്യം തന്നെ പോലീസിനും കൂടുതൽ ദൃശ്യങ്ങൾ നിങ്ങളുടെ വന്നിട്ടുള്ളത്. ഇനിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ പോയിട്ടുള്ളതും വന്നിട്ടുള്ളതും ഒക്കെ ഇടയ്ക്ക് എപ്പോഴൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇനിയും ഫർദർ നോക്കിയെടുക്കാവുന്നുള്ളൂ. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ സമയമടക്കമുള്ളത് എടുക്കാം നമ്മളെല്ലാം. ശ്രീ ഡിജോ കാപ്പൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ ഡിജോ കാപ്പൻ, ശ്രീ തച്ചങ്കരി ചൂണ്ടിക്കാട്ടിയ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഇനിയെങ്കിലും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഒഴിവാക്കാൻ കഴിയുന്നതാണോ ഇത്തരം ഈ സൈബർ കവർച്ചകൾ? അല്ല വേണു, നമ്മള് ബാങ്കുകളിൽ കൊണ്ട് പണം ഇടുന്നത് എന്തിനാണ്? വീടുകളിൽ കള്ളന്മാർ വന്ന് ആക്രമിച്ച് നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ടിരുന്നു. ബാങ്കുകൾ അവിടെ അവരുടെ സേവനങ്ങൾ അവരുടെ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നിൽക്കാതെ വരുന്നത് കൊണ്ട് ആളുകളെ കഴിയുന്നതും ബാങ്കിൽ ചെല്ലാതിരിക്കാൻ വേണ്ടി ATMകൾ തുടങ്ങി. ATMകൾ തുടങ്ങിയപ്പോൾ കേരളത്തിലെ എല്ലാ ATMകളിലും കൃത്യമായി ബാങ്കിന്റെ മോണിറ്ററിംഗ്, അതിന്റെ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ബാങ്കുകളിലും സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഔട്ട്സോഴ്സ് ചെയ്യാൻ തുടങ്ങി, സെക്യൂരിറ്റിക്കാരെ പിൻവലിച്ചു. ആ സെക്യൂരിറ്റിക്കാർ തന്നെ പലരും വാർദ്ധക്യസഹിതമായ അസുഖത്താൽ ബാധിച്ചിരിക്കുന്നവരാ. ഇന്നിപ്പോ കേരളത്തിലെ എല്ലാ ബാങ്ക് മാനേജർമാർക്കും അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കത്ത് കൊടുത്തിരിക്കുന്നു. ATMകളിൽ സുരക്ഷിതമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം, അതിന്റെ റിപ്പോർട്ട് പോലീസിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കേരളത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അലേർട്ട് ആകും. അപ്പൊ സ്വാഭാവികമായും ആ ഒരു അലേർട്ട് എന്ന ആളുകളും ഉപഭോക്താക്കളും കൃത്യമായും ഇനി ഒരു ജാഗ്രത കാണിക്കും. അതൊക്കെ നമ്മൾ വളരെ ലാഘവത്തോട് പോയി ബാങ്കിൽ നിന്ന് തരുന്ന ATM കാർഡിന്റെ പുറത്തുള്ള കവറിന് പുറത്ത് പിൻ നമ്പർ എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ ബാങ്കുകാർ തന്നെ പറയും അങ്ങനെ എഴുതി വെക്കരുത്, ആരെങ്കിലും ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ പല ബാങ്കുകളിലെയും ഉപഭോക്താക്കളെ ബാങ്കിൽ നിന്നാന്ന് പറഞ്ഞ് വിളിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പാസ്വേഡ് വാങ്ങുകയും പണം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും ബാങ്കിൽ നിന്നാന്ന് തോന്നത്തക്കതുപോലെ സംസാരിച്ചു കഴിയുമ്പം സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ പാസ്വേഡ് അല്ലെങ്കിൽ നമ്പർ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ്, അതും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വന്ന് നമ്മുടെ പണം കൊണ്ടുപോകാൻ മാത്രമുള്ള ടെക്നോളജി അഡ്വാൻസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായി ഈ ആളുകൾ
ബാങ്കിന്റെ ദൈനംദിന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ATM-ൽ നിന്ന് പണം വിഡ്രോ ചെയ്യുന്നതിന് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. സാധാരണ പരസ്യ മെസ്സേജ് ആണെന്ന് കണ്ട് ആരും ശ്രദ്ധിക്കാറില്ല. ഇനിയിപ്പം ഏത് മെസ്സേജ് വന്നാലും നോക്കും ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളുകൾ. അപ്പം ഇങ്ങനെ അടികിട്ടി കഴിയുമ്പോഴേ ഉള്ളൂ സാധാരണ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെ ഇതിനകത്ത് ബാങ്കുകൾ കൂടി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അവരുടെ മോണിറ്ററിംഗ് നന്നാക്കണം. ഔട്ട്സോഴ്സ് ചെയ്തതിന് ശേഷം ക്യാഷ് കൊണ്ടുവന്ന അവിടെ അടയ്ക്കുന്ന ആ ഏജൻസിക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന നിലയിലല്ല. ഞങ്ങൾ ബാങ്കിനെ വിശ്വസിച്ചാണ് പണം കൊണ്ട് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ബാങ്കിൽ ചെന്ന് 10,000 അല്ലെ 20,000 അപ്പൊ 40,000 രൂപ വരെ ആ ശല്യം ബാങ്കിൽ ഒരു കസ്റ്റമേഴ്സ് എന്ന് കൂടുതൽ അവരുടെ മറ്റു വലിയ ബിസിനസ്, വോളിയം ബിസിനസ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ATM കാർഡ് തന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകളെ കഴിയുന്നതും ബാങ്കിനകത്തോട്ട് ചെല്ലാതെ ബാങ്കിന്റെ പുറത്തു നിന്ന് തന്നെ പറഞ്ഞു വിടാനായിട്ടാണല്ലോ ഈ ATM സിസ്റ്റം തന്നെ കൊണ്ടുവന്നത്. അത് വലിയ യൂസ്ഫുൾ ആയിരുന്നു ആളുകൾക്കും. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ആദികേശവൻ. അല്ല, ഞാൻ രണ്ട് കാര്യം തച്ചങ്കരിയുടെ ഗൗരവതരമായ ചോദ്യങ്ങളാണ്. അല്ല, രണ്ട് കാര്യങ്ങൾ പറയാം. ഈ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം SBT ഔട്ട്സോഴ്സ് ചെയ്തിട്ടില്ല. SBTയുടെ കസ്റ്റഡിയിലുള്ള 1600ഓളം വരുന്ന ATMസിലെ ക്യാഷ് ലോഡിങ് നമ്മുടെ സ്റ്റാഫ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ അപ്പോൾ എല്ലാ ബാങ്കുകളും ഈ ഔട്ട്സോഴ്സിങ് നടത്തിയിട്ടില്ല. അപ്പോൾ ഔട്ട്സോഴ്സിങ് നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നു എന്നുള്ള ഒരു വാദം എത്രത്തോളം ശരിയാണെന്നുള്ളത് പരിശോധിക്കണം. ഒന്ന്. രണ്ട്, ഞാൻ DGP അദ്ദേഹം ADGP പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിച്ച് കൊടുക്കുന്നു. അതായത് നമ്മൾ സാധാരണ ജാഗ്രത പുലർത്തേണ്ട ആൾക്കാർ, അത് ബാങ്കുകാരായാലും ശരി കസ്റ്റമേഴ്സ് ആയാലും ശരി, ആ സാധാരണ ജാഗ്രത പുലർത്തണം. മൂന്നാമത്തെ കാര്യം, ആ ജാഗ്രത എന്താണ് സർ? അത് ഒന്ന്, ഇപ്പം നമ്മളിപ്പം ക്യാഷ് ലോഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ കസ്റ്റോഡിയൻ, എല്ലാ ബാങ്കിലും കസ്റ്റോഡിയൻസ് ഉണ്ട് ഓരോ ATM-നും. അല്ലെങ്കിൽ ATMസിന് ചാർജുള്ള ഓഫീസേഴ്സ് ഉണ്ട്, ചാനൽ മാനേജേഴ്സ്. അപ്പോൾ ഇവർ 40 ATM അല്ലെങ്കിൽ 30-40 ATMs ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒരാഴ്ചയിൽ 4-5 ATM ഫിസിക്കലായിട്ട് വിസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ CCTV കവറേജ് ഉള്ള കാര്യം, CCTV വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കണം. പക്ഷേ പൂർണ്ണമായിട്ടും 24 മണിക്കൂറും നടക്കുന്ന ദൃശ്യങ്ങൾ മാനുവലായിട്ട് നോക്കാനുള്ള ഒരു സംവിധാനം ഒരു ബാങ്കിനും സാധ്യമല്ല. അതിലേക്ക് ഞാൻ വരുന്നു. അതാണ് ഇപ്പോൾ ഈ സർവൈലൻസ് എന്തുകൊണ്ട് ഞാനിപ്പോൾ സൈബർ എക്സ്പെർട്ട് ഒന്നുമല്ല. ഇപ്പോൾ തച്ചങ്കരി സാറിനെ പോലെ സൈബർ എക്സ്പെർട്ട് അല്ല. പക്ഷേ ഞാൻ ഒരു ബാങ്കിങ് സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇതിനുള്ള പരിഹാര മാർഗം ഈ സർവൈലൻസിൽ നമുക്ക് മോഷൻ മൂവ്മെൻറ്റ് വരെ ഇൻഫ്രാറെഡ് സെൻസർ ഉപയോഗിച്ച് നോക്കാൻ പറ്റും. അതായത് ഒരു ATM-നകത്ത് ആൾ വന്നു കഴിഞ്ഞാൽ എന്താണോ ചെയ്യേണ്ടത് അതല്ലാത്ത ഒരു മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പോപ്പപ്പ് അല്ലെങ്കിൽ അലർട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവരോട് സംസാരിക്കാനുള്ള, ATM-നകത്ത് നിൽക്കുന്ന ആളിനോട് സംസാരിക്കാനുള്ള സംവിധാനം വരെ അവിടെയുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് രാത്രി 11 മണി മുതൽ രാവിലെ 5 മണി വരെ 250ഓളം ATMസിലുണ്ട്. ഇതേ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ ATM-ൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു അലർട്ട് എന്തായാലും പോയേനെ. കാരണം ഒരാൾ വരുന്നു, അയാൾ എന്തോ ഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു, അപ്പോഴത്തേക്ക് ഒരു പോപ്പപ്പ് പോകും. കാരണം ഈ ഒരു എന്താ പറയുക, കാർഡിട്ട് കാശ് പിൻവലിക്കുക അല്ലെങ്കിൽ കാർഡിട്ട് അക്കൗണ്ട് ബാലൻസ് നോക്കുക, ഇതല്ലേ ഒരാൾ ചെയ്യേണ്ടത്. ഇതല്ലാത്ത ഒരു കാര്യം ചെയ്യാനായിട്ട് മോഷൻ എന്താ പറയുക, ഒരു അബ്നോർമാലിറ്റി ഇൻഫ്രാറെഡ് സെൻസർ വഴി നമുക്ക് നോക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ സർവൈലൻസ് ആണ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഈ ഏറ്റവും ശാസ്ത്രീയമായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ ബ്ലോക്ക് ഉണ്ടാവുകയോ മറ്റോ ചെയ്താൽ അത് ശ്രദ്ധയിൽപ്പെടുന്ന രീതി ഉണ്ടാകണം. അല്ല, നമ്മുടെ സോഫ്റ്റ്വെയർ ഞാൻ പറയുന്നത് ATM-ലെ ഈ സർവൈലൻസ് മാത്രമല്ല, ATM-ലെ അല്ല ഞാൻ പറയുന്നത്. ഈ സർവൈലൻസ് എന്ന് പറയുന്നത് ATM-നകത്തോ അല്ലെങ്കിൽ ATM-നോട് ഘടിപ്പിച്ചിരിക്കുന്ന സംവിധാനമല്ല. ഈ സർവൈലൻസ് ചെയ്യാനായിട്ടുള്ള ഏജൻസീസ് ഉണ്ട്. അവർക്ക് കേന്ദ്രീകൃതമായ സെന്റേഴ്സ് ഇപ്പോൾ മുംബൈയിൽ ഇരുന്നു കൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അത് ഔട്ട്സോഴ്സ് ചെയ്ത് ശരിയാണ് സാർ. പക്ഷേ ഇവിടെ ഈ അപാകത അവരുടെ ശ്രദ്ധയിൽ അല്ല ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ തച്ചങ്കരി സാറ് പറഞ്ഞതും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് ഡിജോ കാപ്പൻ പറഞ്ഞതും അവരൊക്കെ പറഞ്ഞത് ATM-ൽ ക്യാഷ് നിറക്കുന്നത് ഉൾപ്പെടെയുള്ള ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ തരത്തിലുള്ള ടെക്നിക്കൽ സർവീസസ് ഇപ്പം നമുക്ക് ഔട്ട്സോഴ്സ് എന്ന് പറയുമ്പം ഒരു ഔട്ട്സോഴ്സ്ഡ് ഏജൻസി അല്ലാതെ ഈ ഒരു സംവിധാനം ഒരു ബാങ്കിന് സ്വയം നടത്താൻ പറ്റില്ല. അവിടെയാണ് തച്ചങ്കരി ചൂണ്ടിക്കാട്ടുന്ന നിങ്ങളുടെ തന്നെ ഈ മണി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, അതിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാകുന്നെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന
ഇതിലിപ്പോൾ ഇത് എനിക്ക് അതായത് ഇതിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക ഈ സംവിധാനം കോംപ്രമൈസ് ചെയ്യപ്പെട്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അൾട്ടിമേറ്റ് ഒരു ഡിസിഷൻ ഇതിൽ ഗവൺമെൻറ് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ സുഹൃത്ത് സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ഒരാൾ വേറെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പം മുംബൈയിൽ നിന്നാണല്ലോ ഈ ക്യാഷ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഒരു കാർഡ് ക്ലോൺ ചെയ്ത് ഇതേപോലെ ഒരു കാർഡ് ഉപയോഗിക്കാതെ ഇത് വിഡ്രോ ചെയ്യാൻ പറ്റും.